തുരുത്തൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചു. കാർഷിക വിഭവങ്ങളാൽ അലങ്കരിച്ച പന്തലിലായിരുന്നു ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നത്. സെന്റ് തോമസ് സ്ഥാപിച്ച കേരളത്തിലെ അതിപുരാതന ദേവാലയങ്ങളിൽ ഒന്നായ തുരുത്തൂർ സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്രത്തിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ വിപുലമായ ചടങ്ങുകളോടുകൂടി ആഘോഷിച്ചു. തുരുത്തൂർ കൊമ്പ്രേരിയയെ ദിവ്യകാരുണ്യ കൊമ്പ്രേരിയയ്ക്ക് പ്രഖ്യാപിച്ചതിന്റെ 108 വർഷം പിന്നിടുന്ന വേളയിലാണ് വിപുലവും വ്യത്യസ്തമായ രീതിയിൽ ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിച്ചത്. 1916 ഡിസംബർ 12-നാണ് അന്നത്തെ വരാപ്പുഴ മെത്രാപ്പൊലീത്തയായിരുന്ന ബർണദൂസ് അനയേസ് തുരുത്തൂർ ഇടവകയ്ക്ക് വിശുദ്ധ കുർബാനയുടെ കൊമ്പ്രേരിയ സ്ഥാപിച്ച് ഉത്തരവായത്. അന്യം നിന്നുപോയ ഒരു ആരാധനക്രമം പുനരാരംഭിക്കുവാൻ കൂടി ഇത്തവണ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് വിശ്വാസികൾ. കേരളത്തിൽ കൃഷി ആരംഭത്തിന് തുടക്കം കുറിക്കുന്ന തിരുവാതിര ഞാറ്റുവേല ആരംഭിക്കുന്ന ദിനത്തിലായിരുന്നു ദിവ്യകാരുണ്യ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. കാർഷിക ഗ്രാമമായിരുന്ന തുരുത്തൂരിലെ കർഷകർ അവരുടെ കൃഷിയിടങ്ങളിലെ വിഭവങ്ങൾ പള്ളിയിൽ പ്രദർശിപ്പിക്കുകയും ഇതിനിടയിലൂടെ ദിവ്യകാരുണ്യ പ്രദക്ഷിണം കടന്നുപോവുകയും ചെയ്തിരുന്നു. കാർഷിക വിളകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തിയിരുന്ന ഈ ചടങ്ങ് 40 വർഷം മുമ്പ് വരെ നടന്നിരുന്നതായി വിശ്വാസികൾ പറയുന്നു. വിശ്വാസികളുടെ അഭ്യർത്ഥനയെ മാനിച്ച് പുതുതായി എത്തിയ വികാരി ഫാദർ ജോഷി മുട്ടിക്കൽ ഈ ചടങ്ങ് ഏറ്റെടുത്ത് നടത്തുവാൻ മുന്നോട്ട് വരികയായിരുന്നു. പള്ളിയങ്കണത്തിൽ കാർഷിക വിഭവങ്ങൾ കൊണ്ട് അലങ്കരിച്ച പന്തലിലൂടെയാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടന്നത്. മാലാഖമാരും കൈക്കാരന്മാരും കൊമ്പ്രേരിയ അംഗങ്ങളും നൂറുകണക്കിന് വിശ്വാസികളും പ്രദക്ഷിണത്തിൽ അണിചേർന്നു. ലോകമെങ്ങും ഇന്ന് ദിവ്യകാരുണ്യ തിരുനാള് ആഘോഷിക്കുകയാണ്. കാരുണ്യ തിരുനാൾ ഈശോയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും തിരുനാളാണ് ലോകമൊട്ടുക്കും ആഘോഷിക്കുന്നത്. തിരുനാളുകൾ എന്നാണ് ഈ ദിവ്യകാരുണ്യ തിരുനാളിനെ ഏറ്റുപറയുന്നത്. അതുപോലെ തിരുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിവ്യകാരുണ്യ തിരുനാളിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഒരു തിരുനാളാണ്. 1916 ഡിസംബർ 12-ാം അവിഭക്ത വരാപ്പുഴ രൂപതയുടെ ബർണദോസ് ആഗോസ് തിരുമേനി തിരുത്തൂർ കൊമ്പ്രേരിയയെ ദിവ്യകാരുണ്യ കൊമ്പ്രേരിയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. അന്നു മുതൽ ഇന്നോളം 108 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ദിവ്യകാരുണ്യ തിരുനാളാണ് തിരുത്തൂർ ഇന്ന് ആഘോഷിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അനുഭവം, ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു അനുഗ്രഹം ലോകമൊട്ടുക്കും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ പാരമ്പര്യമായിട്ട് തിരുത്തൂരത്തെ നിവാസികൾ ഈ പ്രദേശത്തുള്ളവരുടെ കാർഷിക വിഭവങ്ങൾ കൊണ്ടുവരികയും അതിനുകൊണ്ട് അലങ്കരിക്കുകയും ആ കാർഷിക വിഭവങ്ങളുടെ നടുവിലൂടെയാണ് ദിവ്യകാരുണ്യ പ്രദക്ഷിണമായിട്ട് പണ്ട് കാലങ്ങളിലെ തിരുത്തൂര് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നും ഈ 2025 തിരുത്തൂർ നിവാസികളെ ഇടവക സെന്റ് തോമസ് തീർത്ഥാടന കേന്ദ്ര ഇടവകള് കൊമ്പ്രേരിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശം മുഴുവൻ ഞാൻ ആചാര്യ മത്സരമായിട്ടുള്ള എല്ലാവരും തന്നെ അവിടെ കാർഷിക വിളകള് തിരുത്തൂര് മാത്രമല്ല ചുറ്റുപാടുകളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഈ ദിവ്യകാരുണ്യ തിരുനാളിനായിട്ട് എത്തിച്ചേരാറുണ്ട്. തോമാസിയുടെ അതിപ്രസിദ്ധമായിട്ടുള്ള കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ ദിവ്യകാരുണ്യത്തിന് തിരുനാള് ഈ വർഷവും അതിമനോഹരമായിട്ട് ഇടവക സമൂഹം ഈ പ്രദേശം മുഴുവനായിട്ട് ഒന്ന് ചേർന്ന് ആഘോഷിച്ചു. അതിന് എല്ലാവർക്കും ഈ ദിവ്യകാരുണ്യ തിരുനാളിന്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു. ഇടവകയിൽ 1916 ആരംഭിച്ച കൊമ്പ്രേരിയാണ്. വരാപ്പുഴ അതിരൂപതയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള കൊമ്പ്രേരിയ. ഒരു 1984 മുതൽ വരെ ഈ തിരുക്കർമ്മത്തിൻ്റെ ദിവ്യകാരുണ്യ കൊമ്പ്രേരിയ തിരുനാളിൻ്റെ പള്ളിക്ക് പുറത്തേക്കുള്ളൊരു പ്രദർശനം നടന്നതായിട്ടാണ് എനിക്ക് ഓർക്കാൻ കഴിയുന്നത്. അതിന്ന് ഇവിടെ തിരുത്തൂര് വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അന്യം നിന്നുപോയൊരു ആരാധനക്രമം പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം വികാരിയച്ഛനോടും കൊമ്പ്രേരിയ അംഗങ്ങളോടും ഇടവ ജനത്തോടും നന്ദി രേഖപ്പെടുത്തിക്കോളും. 1914 നമുക്ക് തിരുത്തപ്പുറം രൂപയിൽ നിന്ന് നമുക്ക് ഇടവകൾ തിരിച്ചു കിട്ടിയിട്ട് 16 ഇവിടെ കൊമ്പ്രേരിയ കൊണ്ടുവന്നു. ആ കൊമ്പ്രേരിയ കൊണ്ടുവന്നത് പുളിക്കൽ വീട്ടിലെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. വറുതൂട്ടി അപ്പൂപ്പൻ എന്നാണ് അപ്പൂപ്പൻ്റെ പേര്, വറീത് എന്നാണ് അപ്പൂപ്പൻ്റെ പേര്. അപ്പൂപ്പനാണ് വരാപ്പുഴയിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടി ഈ കൊമ്പ്രേരിയ ഇവിടെ കൊണ്ടുവരുവാനും ഈ കൊമ്പ്രേരിയെ പറ്റി എല്ലാവർക്കും പൂർവികന്മാർക്ക് മനസ്സിലാക്കി കൊടുത്ത ആ കൊമ്പ്രേരിയുടെ ചട്ടങ്ങളും കാര്യങ്ങളും അപ്പൂപ്പൻ നിർവഹിച്ചിരുന്നു. അപ്പൂപ്പൻ ആണ് എല്ലാത്തിനും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഇടവക പള്ളിയിൽ ഇടവകയിൽ വരുന്ന എല്ലാ വികാരിയച്ഛന്മാരും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ എന്നല്ല, പരിശുദ്ധ കുർബാനയുടെ കൊമ്പ്രേരിയുടെ കപ്ലേൻ വികാരി എന്നാണ് ആദ്യകാലങ്ങളിൽ. ഇപ്പോഴും അങ്ങനെ ആ പേര് തന്നെ. പക്ഷേ ഇത് ഏതാനും കുറച്ച് നാളുകളിലായിട്ട് ഇത് മുടങ്ങിപ്പോയി. ഏതാണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 40 വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ള ഇത് മുടങ്ങിയിട്ട്.
അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ വന്ന വിചാരിച്ചനോട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോൾ അച്ഛനും കൊമ്പരി ഞങ്ങൾ മറ്റുള്ളവരും എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ് നമുക്ക് അത് നടത്താം, കൊമ്പരിയുടെ പരിശുദ്ധ കുർബാൻ്റെ തിരുനാൾ നമുക്ക് നടത്താം എന്ന് പറഞ്ഞപ്പോൾ അച്ഛനത് സന്തോഷപൂർവ്വം എന്നോട് നമുക്ക് അത് ചിലവൊക്കെ അമ്മന് ചിലവൊക്കെ നമുക്ക് ചെയ്യാൻ പേടിക്കണ്ട, കൊമ്പരിയുടെ പൈസ ഉണ്ട് നമുക്ക്. അങ്ങനെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ 100 വട്ടം ഓരോരാസ്ത്രം അച്ഛൻ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു, മറ്റുള്ളവരും ഉണ്ടായിരുന്നു.